ട്രംപിൻ്റെ താരിഫ് എങ്ങനെയാണ് ഇന്ത്യയെയും അമേരിക്കയെയും ബാധിക്കുക? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ താരിഫ് യുദ്ധവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കിട്ടാണ് ട്രംപിൻ്റെ പണി വന്നത്. 25% നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയെ വരുതിയിലാക്കുവാൻ ട്രംപ് ആശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനം വന്നതിന് ശേഷം ഇന്ത്യ US-ഉമായി ചർച്ചയ്ക്കൊന്നും പോയില്ല. ഓർക്കണം, കാനഡയ്ക്കെതിരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് ചെന്നപ്പോൾ വേണമെങ്കിൽ കാനഡയെ അമേരിക്കയുടെ കോളനി ആക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കളിയാക്കി വിട്ടത്. ഒടുക്കം ഇന്ത്യയുടേത് ഒരു നിർജീവ ഇക്കോണമി, അതായത് ഡെഡ് എക്കോണമി ആണ് എന്നുവരെ ഈ ആശാൻ പറഞ്ഞു വച്ചു. അയാളെ സപ്പോർട്ട് ചെയ്ത് കണ്ടത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ രണ്ടുപേരും സമന്മാരാണ് എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് അധികാരം കിട്ടാത്തത് കൊണ്ടുണ്ടായ ഭ്രമകൽപ്പനകളാണെങ്കിൽ അധികാരം തലയ്ക്ക് മത്തുപിടിപ്പിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് ട്രംപ് ആശാൻ കാണിക്കുന്നത്. ഈ ഒരു താരിഫ് യുദ്ധം നമ്മളെയും അഫക്റ്റ് ചെയ്യും. എന്നാൽ അതിൽ കൂടുതൽ ഈ ഒരു യുദ്ധം ബാധിക്കുവാൻ പോകുന്നത് അമേരിക്കയെയാണ്. ഈ ഒരു വീഡിയോയിൽ ട്രംപിൻ്റെ താരിഫ് അതേപോലെ പെനാൽറ്റി ഇന്ത്യൻ എക്കോണമിയെ എങ്ങനെ ബാധിക്കും, ഇത് അമേരിക്കൻ എക്കോണമിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. താരിഫ് എന്ന് പറയുമ്പോൾ താരിഫ് എന്താണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടേ? ഒരു ഗവൺമെൻറ് അവരുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും ചുമത്തുന്ന നികുതിയാണ് താരിഫ്. എന്തിനാണ് ഇങ്ങനെ താരിഫ് ചുമത്തുന്നത്? പ്രധാനമായും ആ രാജ്യത്തെ ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുവാൻ, വിദേശ സപ്ലയേഴ്സിനോടുള്ള ആ രാജ്യത്തിൻ്റെ ആശ്രയത്വം കുറയ്ക്കുക, ഒപ്പം ആ രാജ്യത്തിൻ്റെ റവന്യൂ ഉയർത്തുക. ഇതൊക്കെയാണ് ഇങ്ങനെ താരിഫ് ചുമത്തുന്നതിൻ്റെ കാരണങ്ങൾ. 2025 ട്രംപ് പുനരാരംഭിച്ച അദ്ദേഹത്തിൻ്റെ ഈ താരിഫ് നയം എന്താണ്? 2017-20 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഈ താരിഫ് വിഷയം. അന്ന് ട്രംപ് ടാർഗറ്റ് ചെയ്തത് ഇരുമ്പും അലൂമിനിയവുമാണ്. യഥാക്രമം 25%-വും 10%-വും ടാക്സാണ് അന്ന് ഈ ഇനങ്ങളിൽ ട്രംപ് ചുമത്തിയത്. അക്കാലത്ത് തന്നെ $360 ബില്യൺ ചരക്കിന്മേൽ ചൈനയുമായി ട്രേഡ് വാറും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് ട്രംപ് ചെയ്യുന്നത്? ഇന്ത്യയുടെ മേൽ 25% ചുങ്കം ചുമത്തിയായിരുന്നു ട്രംപ് ഇന്ത്യയുമായുള്ള താരിഫ് യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യക്ക് 25% അധികം ചുമത്തിയപ്പോൾ നമ്മുടേത് 50%. ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തിയിട്ടുള്ളത്. പാകിസ്ഥാനുമായി നേരത്തെ തന്നെ ഡീൽ ഉറപ്പിച്ചിരുന്നു. 19% പാകിസ്ഥാനുള്ള ചുങ്കം. ഇസ്രായേലിനും മേൽ 15%, കാനഡയ്ക്ക് മേൽ ഇപ്പോൾ 35%മാണ് താരിഫ്. ഇനി കൺട്രി വൈസ് റേറ്റ് എടുത്താൽ ഇന്ത്യ 50%, ബ്രസീൽ 50%, മ്യാൻമർ 40%, സ്വിറ്റ്സർലൻഡ് 39%, സൗത്ത് ആഫ്രിക്ക 30%, ചൈന 30%, വിയറ്റ്നാം 20%, ബംഗ്ലാദേശ് 20%, ശ്രീലങ്ക 20%, തൈവാൻ 20%, പാകിസ്ഥാൻ 19%, ഫിലിപ്പൈൻസ് അത് 19%, യൂറോപ്യൻ യൂണിയൻ 15%, ജപ്പാൻ 15%, സൗത്ത് കൊറിയ 15%. ഇതാണ് ട്രംപ് ആശാൻ്റെ ഇപ്പോഴത്തെ വില നിലവാരം. ഇനിയും കൂട്ടും എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം കൂടി വന്നിരുന്നു. അത് പിന്നീട് റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. വാക്കിനും പ്രവൃത്തിക്കും വ്യവസ്ഥയില്ലാത്തവരെ നമ്മളെ നാട്ടുഭാഷയിൽ വടി വയ്ക്കുന്നിടത്ത് കുട വയ്ക്കില്ല എന്ന് പറയാറുണ്ട്. ഏതാണ്ട് ആ ഒരു ടൈപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ മനുഷ്യൻ. അൺഫെയർ ട്രേഡ് സർപ്ലസസ് ഉള്ള രാജ്യങ്ങളെ ഒക്കെ ശിക്ഷിക്കാൻ ഉറച്ചാണ് ആശാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ കൈവശം സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ കാര്യം, അമേരിക്കയുടെ കാര്യത്തിൽ സർപ്ലസ് ഉണ്ട്. എന്നാൽ ചൈനയുടെ കാര്യത്തിൽ സർപ്ലസ് അല്ല, ഡെഫിസിറ്റാണ്. ഇന്ത്യ ചരിത്രപരമായി തന്നെ ഈ ഒരു സർപ്ലസിലാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ട്രേഡ് സർപ്ലസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഗുഡ്സ്, അതുപോലെ സർവീസസ് അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് എന്നാണ്. 2024-25 അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $86.5 ബില്യൺ ആയിരുന്നു. അതേ സ്ഥാനത്ത് അവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഇറക്കുമതി $45.3 ബില്യൺ ആയിരുന്നു. ഏകദേശം $41.2 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് അങ്ങനെ ഇന്ത്യക്കുണ്ടായത്. ഇതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. അമേരിക്ക ഉൾപ്പെടെ ഓരോ രാജ്യങ്ങളും അവരവരുടെ ആഭ്യന്തര ഉൽപ്പാദനവും
ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന ചെലവും അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ എത്തുക. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ലോജിക്ക് എന്താണാവോ എനിക്കറിയില്ല. ചില രാജ്യങ്ങൾക്ക് അങ്ങനെ വരും. ഇതിൻ്റെ മറുവശം അമേരിക്കയ്ക്കും ട്രേഡ് സർപ്ലസ് ഉണ്ട്. നെതർലൻഡ്സ്, ഹോങ്കോങ്, ബ്രസീൽ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം ഈ രാജ്യങ്ങളൊക്കെയുമായി അമേരിക്ക ട്രേഡ് സർപ്ലസിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബ്രസീലിൻ്റെ പേരാണ്. ബ്രസീലുമായി അമേരിക്ക ട്രേഡ് സർപ്ലസിലാണ് എന്ന് വെച്ചാൽ ബ്രസീലിൻ്റെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയേക്കാൾ അമേരിക്കയുടെ ബ്രസീലിലേക്കുള്ള കയറ്റുമതിയാണ് കൂടുതൽ. എന്നിട്ടും ട്രംപ് ബ്രസീലിനും ഇന്ത്യയോടൊപ്പം 50% അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ട്രംപ് പറയുന്ന ട്രേഡ് സർപ്ലസ് അല്ല വിഷയം. ട്രേഡ് സർപ്ലസ് എന്നൊക്കെ പറയുന്നത് ഒരു പുകമറ മാത്രം. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ, അയാളുടെ പേരിൽ ബ്രസീലിൽ ഇപ്പോൾ നടക്കുന്ന പ്രോസിക്യൂഷൻ നടപടികളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ബോൾസനാരോ 2022 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തോറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഗവൺമെൻറ് ബിൽഡിങ്ങുകളിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. ഇപ്പോഴത്തെ പ്രസിഡന്റ് ലൂയി ഇനാസിയോ ലുല ഡാ സിൽവയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒരു കൂ അറ്റംപ്റ്റ് ആയിരുന്നു അന്നത്തേത് എന്ന പേരിലുള്ള ക്രിമിനൽ ചാർജസാണ് ബോൾസനാരോ ഇപ്പോൾ ബ്രസീലിയൻ കോടതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു റൈറ്റ് വിങ് നേതാവായ ബോൾസനാരോ ട്രംപിൻ്റെ മറ്റൊരു മൈഫ്രണ്ടാണ്. US അഡ്മിനിസ്ട്രേഷൻ്റെ മുഴുവൻ ദേഷ്യവും ഈ കേസ് അന്വേഷിച്ച് ബ്രസീലിയൻ സുപ്രീം കോടതി ജഡ്ജി അലക്സാണ്ടർ ഡി മൊറൈസിന് എതിരായിരുന്നു. ഈ ജഡ്ജി നേരത്തെ തന്നെ ട്രംപിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. മൊറൈസ് എലോൺ മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോം കുറച്ച് നാളത്തേക്ക് താൽക്കാലികമായി ബ്രസീലിൽ അടച്ചുപൂട്ടിച്ചു. ഇങ്ങനെ പൊളിറ്റിക്കൽ റീസൺസ് മാത്രമാണ് ബ്രസീലിന് മേൽ ഇപ്പോൾ ഈ ചുങ്കം ചുമത്തുവാൻ കാരണമായത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വസിക്കുവാൻ കൊള്ളാത്തവൻ എന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ ട്രംപിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയോടുള്ള ഇപ്പോഴത്തെ കലിപ്പിൻ്റെ കാരണവും യാതൊരു സംശയവും വേണ്ട പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ആണ്. അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഇന്ത്യ ഡിസോൺ ചെയ്തപ്പോൾ തന്നെ കുരുപൊട്ടി നിൽക്കുകയായിരുന്നു ഈ ആശാന്. റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കാൻ നോക്കി. റഷ്യ കേട്ട പാവം വെച്ചില്ല. ഹമാസിനോട് ബന്ദികളെ മോചിപ്പിച്ച് യുദ്ധം നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അതും നടന്നില്ല. ഒടുക്കമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടപെട്ടത്. അതും സ്വാഹ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനമായിരുന്നു ലക്ഷ്യം. പക്ഷേ എല്ലാം ആരൊക്കെയോ ചേർന്ന് തല്ലി തകർത്തു. അതിൻ്റെ ഒരു കലിപ്പും ഫ്രസ്ട്രേഷനിലുമാണ് ഇപ്പോൾ ആശാൻ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ ലോകത്തെ മുഴുവൻ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യൻ എക്കോണമിയെ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞത്. ആ വളർച്ചയെ എങ്ങനെ തടയാം എന്നതുകൂടി ആശാൻ്റെ ലക്ഷ്യം ആയിരിക്കാനാണ് സാധ്യത. മറ്റൊരു കാര്യം, റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതും ട്രംപിനെ ചൊടിപ്പിച്ചു. എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും കോടിക്കണക്കിന് ഡോളറും യൂറോയുമാണ് ലിക്വിഫൈഡ് ഗ്യാസും യുറേനിയവും പോലെയുള്ള റഷ്യൻ എനർജിയും മറ്റ് കമോഡിറ്റീസും വാങ്ങുവാൻ മുടക്കുന്നത്. ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ആണ്. ഇന്ത്യ ഇപ്പോഴത് ഒരു പത്രക്കുറിപ്പിലൂടെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇക്കാലം അത്രയും യൂറോപ്പ് റഷ്യയുടെ ഗ്യാസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലായിരുന്നുവെങ്കിൽ യൂറോപ്പ് എന്നേ തണുത്ത് വിറങ്ങലിച്ചു പോയേനെ. അപ്പോൾ ട്രംപ് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്നൊക്കെ പറയുവാൻ ഇന്ത്യ എന്താണ് അമേരിക്കയുടെ കോളനി ഒന്നുമല്ലല്ലോ. ഇന്നലെ വരെ ഖത്തർ ഒരു ഭീകര രാഷ്ട്രമായിരുന്നു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഖത്തറിൽ ചെല്ലുന്നു. അവർ വെറുതെ ഫ്രീ ആയി കൊടുത്ത ഒരു വിമാനവും വാങ്ങിപ്പോകുന്നു. എയർഫോഴ്സ് 1 18 അടി നീളം കൂടുതലുള്ളതുകൊണ്ട് ഇറ്റ്സ് ടു മച്ച് ബിഗ് എന്ന് ആശാൻ വക ഒരു കമൻറ്റും. ഇത്രയേ ഉള്ളൂ ഈ മനുഷ്യൻ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാറില്ലേ, അത് തന്നെ. അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് മോദിയെ വേണമായിരുന്നു. ഇനി എന്തായാലും ആവശ്യം വരില്ലല്ലോ. ഇനി ഈ ഒരു തീരുമാനം അമേരിക്കയെ എങ്ങനെയാണ് ബാധിക്കുക? തീർച്ചയായും നമ്മളെ ബാധിക്കും. നമുക്ക് വേറെ വഴികൾ തേടേണ്ടി വരും. അമേരിക്ക നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർ അവരുടെ മേഖലകളിൽ അപ്രതിരോധ്യരാണ്. റിസർച്ച്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്, അതേപോലെ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, വെഹിക്കിൾസ്, അതേപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, എനർജി, ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അവർ മറ്റാരേക്കാളും മുന്നിലാണ്. അതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ട്രംപ് ആഗ്രഹിക്കുന്നത് ഐഫോൺ തൊട്ട് സോപ്പ്, ചീപ്പ്, കണ്ണാടി വരെ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. കാരണം അമേരിക്കയിൽ ലേബർ ഒട്ടും ചീപ്പല്ല. അതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും? സാധ്യമല്ല. അമേരിക്കയിൽ ഇതെങ്ങനെ ബാധിക്കും? ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുവയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും.
ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. സ്വാഭാവികമായും കമ്പനികൾ അത് ഉപഭോക്താവിലേക്ക് പാസ് ചെയ്യും. ഇത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാകും. ഉദാഹരണം പറഞ്ഞാൽ 2018 സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും താരിഫ് ഉയർത്തിയത് വഴി മാനുഫാക്ചറിങ് കോസ്റ്റ് കോടികളാണ് ഉയർന്നത്. വാഷിംഗ് മെഷീന് മാത്രം 20% വിലയാണ് അന്ന് കൂടിയത്. അതേപോലെ സോളാർ പാനലുകൾ, അവയുടെ വിലയും കൂടി. ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളുടെയും എക്യുപ്മെൻസിൻ്റെയും വില അന്ന് കൂടുകയുണ്ടായി. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? വ്യക്തികളുടെ കയ്യിലുള്ള പണം ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ കുറഞ്ഞു. ഇതിനെ ലോവർ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാം. സാധനങ്ങളുടെ ഡിമാൻഡ് ഇവിടെ കുറയുന്നു. ഇതിനിടയിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് ഇൻഫ്ലേഷൻ കുറയ്ക്കുവാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു. US-ൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രശ്നം, ഇമ്പോർട്ടഡ് കമ്പോണൻസ് ഉപയോഗിക്കുന്ന മാനുഫാക്ചറിങ് വ്യവസായങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക. ഉദാഹരണത്തിന് സെമി കണ്ടക്ടറുകൾ, ഓട്ടോ പാർട്സ്, റോ മെറ്റീരിയൽസ്, ഇതെല്ലാം. ഉദാഹരണത്തിന് ഫോർഡ്, ടെസ്ല, GM തുടങ്ങിയ കമ്പനികൾ അവരുടെ പാർട്സിനായി ആശ്രയിക്കുന്നത് ചൈനയും ജർമ്മനിയെയും മെക്സിക്കോയും ഒക്കെയാണ്. സ്വാഭാവികമായും കാറുകളുടെ വില കൂടും, വിൽപ്പന കുറയും. വിൽപ്പന കുറഞ്ഞാൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകും. 1000-ഓളം സ്റ്റീൽ ജോബ്സ് സംരക്ഷിക്കപ്പെട്ടപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ 6.5 ലക്ഷത്തോളം തൊഴിലിനെയാണ് അത് ബാധിച്ചത്. US താരിഫ് ചുമത്തുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അവരും കൂടിയ ചുങ്കം ചുമത്തി അതിനോട് പ്രതികരിച്ചു. ചൈന സോയാബീൻസ്, കോൺ, പോർക്കിൻ്റെയൊക്കെ താരിഫ് കൂട്ടി. 2019 US-ൻ്റെ ചൈനയിലേക്കുള്ള സോയാബീൻ എക്സ്പോർട്ട് 50% കുറഞ്ഞത്. US-ലെ സോയാബീൻ കർഷകർക്ക് അന്ന് $22 ബില്യൺ സബ്സിഡിയായി US-ന് കൊടുക്കേണ്ടി വന്നത്. ഇനി 2025 വന്നാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും എല്ലാം റിറ്റാലിയേഷൻ താരിഫ് ചുമത്തും എന്ന് പറയുന്നുണ്ട്. അമേരിക്കയുടെ ഫുഡ്, ടെക്നോളജി, എയർക്രാഫ്റ്റ് തുടങ്ങിയവയുടെ എക്സ്പോർട്ടിനെയൊക്കെ ഇത് ബാധിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ഇത് ലോകത്താകമാനമുള്ള സപ്ലൈ ചെയിനെയും ബാധിക്കും. അക്കാര്യത്തിലും തർക്കമില്ല. ഫലത്തിൽ അമേരിക്ക മാനുഫാക്ചറിങ് ആകട്ടെ, ഇൻവെസ്റ്റ്മെൻ്റ് ആകട്ടെ, ഒന്നിനും കൊള്ളാത്ത ഒരു ഇടമായി മാറിയേക്കാം. ഐക്കോണിക് അമേരിക്കൻ കമ്പനിയായ ഹാർലി ഡേവിഡ്സൺ അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി തങ്ങൾ ഒരിക്കലും ബൈക്കുകൾ വിദേശത്ത് മാനുഫാക്ചർ ചെയ്യില്ല എന്നൊരിക്കൽ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ മാറുന്നു. ഹാർലി ഡേവിഡ്സൺ ഇപ്പോൾ അവരുടെ വാക്കുകൾ തന്നെ വിഴുങ്ങിക്കൊണ്ട് അവരുടെ ചില ബൈക്കുകളുടെ മാനുഫാക്ചറിങ് തായ്ലൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ SBIയുടെ ഒരു റിസർച്ച് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് US-ന് താരിഫ് വാർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇന്ത്യയേക്കാൾ വളരെ വലുതായിരിക്കുമെന്നാണ്. ലോവർ GDP, ഹയർ ഇൻഫ്ലേഷൻ, വീക്കർ ഡോളർ, ഇതായിരിക്കും നെറ്റ് ഇഫക്റ്റ്. SBI പറയുന്നത് ഇതൊരു ബാഡ് ബിസിനസ് ഡിസിഷൻ എന്നാണ്. വില കൂടുന്നത് മൂലം US-ലെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ഭാരം ആവറേജ് $2,400 ആയിരിക്കും എന്നാണ് പറയുന്നത്. കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് $1,300 നഷ്ടമുണ്ടാകുകയും കൂടിയ വരുമാനമുള്ളവരിൽ അത് $5,000 വരെ ആയേക്കാം എന്നുമാണ്. താരിഫ് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ഇന്ത്യ തങ്ങളുടെ എക്സ്പോർട്ട് മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ അമേരിക്കയാണ്. അതുതന്നെ 20% വരും. ടോപ്പിലുള്ള 10 രാജ്യങ്ങളിലേക്ക് ഉള്ള ഇന്ത്യയുടെ ആകെയുള്ള കയറ്റുമതി 53%. അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? 1. ഇന്ത്യയുടെ ബാക്കിയുള്ള 47% കയറ്റുമതി ടോപ്പ് 10-ൽ വരാത്ത മറ്റ് രാജ്യങ്ങളാണ്. 2. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ക്രൂഷ്യൽ മാർക്കറ്റ് തന്നെയാണെങ്കിലും നമ്മളുടെ 80% കയറ്റുമതിയും മറ്റു രാജ്യങ്ങളിലേക്കാണ്. 3. ഇന്ത്യയുടെ കയറ്റുമതി ഏതെങ്കിലും 1-2 രാജ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. പകരം വളരെ അധികം രാജ്യങ്ങളിലായി അത് വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. 4. ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ ടോപ്പ് 10 രാജ്യങ്ങളിൽ നിന്നും പുറത്തോട്ട് വ്യാപിക്കുവാനുള്ള നല്ല ഒരു അവസരമായിരിക്കും ഇത്. 5. ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് മാർക്കറ്റ്. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള എക്കണോമിക് ഷോക്സ്, അതേപോലെയുള്ള വ്യാപാര തർക്കങ്ങളിൽ കുറച്ചധികം റെസീലിയൻ്റ് ആയിരിക്കുവാൻ നമ്മളെ സഹായിക്കും. ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 50% പ്രധാനമായും ഇലക്ട്രോണിക്സ്, ജംസ്, ജ്വല്ലറി, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെയാണ്. നേരത്തെ ഇതിൻ്റെ എല്ലാം താരിഫ് വ്യത്യസ്തങ്ങളായിരുന്നു. ചിലതിനൊക്കെ 0 താരിഫ്. ഇനി ഇതെല്ലാം 25% എന്നാണ് പ്രഖ്യാപനമുണ്ടായിരുന്നത്. US-ൻ്റെ ഫാർമസ്യൂട്ടിക്കൽസ് നീഡ്സിൻ്റെ 47% ഇന്ത്യയാണ് സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള ചില ഐറ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കി എന്നൊരു പ്രഖ്യാപനവും ബുധനാഴ്ച ട്രംപ് നടത്തുകയും ചെയ്തു. പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മാറ്റിപ്പറയുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും?
എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെ പെരുമാറുന്നു? ഞാൻ ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് കാരണം. ഞാനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ഈ അടുത്ത ഇടയ്ക്കും പുള്ളിക്കാരൻ എവിടെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആശാനെ ഇപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കും എന്ന് തോന്നുന്നില്ല. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതാണ് ആശാൻ്റെ ലക്ഷ്യം. അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് മറ്റു രാജ്യങ്ങളുടെ ചെലവിലാകുമ്പോഴാണ് കുഴപ്പം. ഈ മനുഷ്യന് ആര് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും? ഈശ്വരൻ തന്നെ നല്ലൊരു ബുദ്ധി വഴിയും കാണിച്ചു കൊടുക്കട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.